ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്ന ഒരു പ്രത്യേകിച്ചൊരു പ്ലാനായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഒന്നുമില്ല, ഞാൻ ഓഫീസിൽ നിന്ന് കുറച്ചെല്ലാവരും കൂടി ഞങ്ങളൊരു ട്രിപ്പ് പോവാണ്. ജസ്റ്റ് 1 ഡേ ട്രിപ്പാണ്. അപ്പോൾ കുട്ടികളെപ്പോഴും നമ്മൾ സൺഡേ ആയിരിക്കുന്ന സമയത്ത് വീട്ടിൽ തന്നെയാണ്. അപ്പോൾ അവർക്കൊരു എൻ്റർടൈൻമെൻറ്റും കൂടെ ആവട്ടെ എന്നായിരിക്കും നമ്മളൊരു ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആരൊക്കെയും ഇന്ന് വീഡിയോയിൽ കാണാം കേട്ടോ. ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഞങ്ങളാണ് ആദ്യം എത്തിയത്. അപ്പോൾ വെയിറ്റിംഗ് ആണ് ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട്. ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഓരോ ദിവസം പ്ലാൻ ചെയ്യട്ടോ, ഓരോ സൺഡേ പ്ലാൻ ചെയ്യും. പക്ഷേ ഓരോരുത്തർക്കും ഓരോ തിരക്ക് കാരണം നടക്കില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഫൈനലി പോകാൻ തന്നെയുള്ള പ്ലാനിലായിരുന്നു ഈ സൺഡേ ഞങ്ങൾ സെറ്റ് ചെയ്തത്. കുട്ടികൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇവരെയൊന്നും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോസിലൊക്കെ ഇവരെ കാണാറുണ്ട്. അപ്പോൾ ഇത് കുട്ടികളും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി ട്രിപ്പൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. നോക്കാം എന്തായാലും. ഫൈനലി ഞങ്ങൾ സ്ഥലമൊക്കെ എത്താറായി. ഈ സ്ഥലം കാണുന്നവർക്ക് ഏകദേശം മനസ്സിലാവും. പ്രത്യേകിച്ച് പാലക്കാടുകാർക്ക് ഈ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അടിപൊളി സ്ഥലമാണ് കേട്ടോ. തനി പാലക്കാടൻ ഗ്രാമം പറയുന്നത് പോലെ, വിനീത് ശ്രീനിവാസൻ പറയുന്ന പോലെ തനി പാലക്കാട് ഗ്രാമമൊക്കെ ഇവിടെ ഈ ഏരിയയിൽ പോയാൽ നമുക്ക് തീർച്ചയായിട്ടും കാണാൻ കഴിയും. അപ്പോൾ ഇത് എല്ലാവരും കൂടെ പോവുകയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലൈമറ്റൊക്കെ ആയിരുന്നു കേട്ടോ. ചെറുതായി ചൂടൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും വലിയ കുഴപ്പമില്ല. സൺഡേ ആയതുകൊണ്ട് ആ ഏരിയയിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഫൈനലി ഞങ്ങൾ ആ പ്ലേസിലെത്തി. അപ്പോൾ കൊല്ലംകോട് ചിങ്ങഞ്ചിറ അമ്പലം, ഇത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമാണ് കേട്ടോ. കറുപ്പസ്വാമിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. കുട്ടികളുടെ അമ്മമാരും കൂടി ഒന്ന് നിൽക്കട്ടെ. അമ്പലവും അമ്പലത്തിൻ്റെ അടുത്തൊരു കുളമൊക്കെ ഉണ്ട്. കുളത്തിൽ വെള്ളമൊന്നും കാര്യമായിട്ടില്ല. പിന്നെ അമ്പലത്തിൽ എപ്പോഴും തിരക്കും. പൊതുവെ ഞായറാഴ്ചകളിൽ നല്ല തിരക്കുണ്ടാവാറുണ്ട്. ഓരോരുത്തർ ഓരോ നേർച്ചയൊക്കെ നേർന്നിട്ടുണ്ടാവും. അപ്പോൾ അവരത് വന്ന് മാക്സിമം സൺഡേ ദിവസങ്ങളായിരിക്കും ഫാമിലി ഇവിടെ വന്നിട്ട് ചെയ്യാറുള്ളത്. ഇതെവിടെ ഫുൾ സാഹസമാണ്. ഇവിടെ ആട് വെട്ടിയിട്ടില്ലേ, അവർ തന്നെ പാചകം ചെയ്ത് കഴിക്കും. കിട്ടില്ല പറയണ സമയത്ത് ഇവിടെ ആടൊക്കെ വെട്ടുന്നത്. ആട് വെട്ടണ കള്ളി പിഞ്ഞി ആടിക്ക് പിടിച്ചാ വീഡിയോ എടുക്കാൻ മാത്രം പേടിയുന്നു. കേട്ടി പക്ഷെ ഇത്രയും കൂടെ കാറ്റുണ്ടാവേണ്ടതാണ്. ഭയങ്കര ഓക്കെ ബാ അവരൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ എന്തും നടക്കുമെന്നുള്ളൊരു വിശ്വാസമുണ്ട് കേട്ടോ. കാരണം വീടില്ലാത്തവർ വീടിൻ്റെ ഇതും കുട്ടികളില്ലാത്തവരും അങ്ങനെയുള്ളവർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അതിനുശേഷം അതിൻ്റെ എന്താണോ ചെയ്ത് അതിനുള്ള നേർച്ചയൊക്കെ ഇവിടെ ചെയ്യാറുണ്ട്.
തൊട്ടടുത്ത അമ്പലത്തിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് കേട്ടോ. നല്ല അടിപൊളി മലകളും ചെറിയ ചെറിയ വെള്ളച്ചാട്ടമൊക്കെ അവിടെ കാണുന്നുണ്ട്. നല്ല ക്ലൈമറ്റും കേട്ടോ. പൊളിയാണ്. കൊല്ലംകോടില്ലേ നമ്മളിപ്പോൾ ഏറ്റവും നല്ല ഗ്രാമമൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ള സംഭവത്തിൽ ശരിക്കും കാണേണ്ട പ്ലേസാണ്. അടിപൊളി സ്ഥലമാണ്. സൂപ്പർ. കോമഡിക്ക് പിന്നെ എൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. എല്ലാവരും ഞങ്ങൾ ഒപ്പം ഓഫീസിൽ കൂടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സാണ്. സംഭവം പൊളിയാണ്. ഞങ്ങൾ കുട്ടികൾക്കും കൂടെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇതിനൊരു പ്ലാൻ ചെയ്തത്. സൂപ്പർ ആയിട്ട് കേട്ടോ. സൂപ്പർ ആയിട്ട് ഉണ്ണി അതെന്താണ് മനസ്സിലായി നന്ദു? ആ വരയിൽ കൂടെ വരുന്നുണ്ടാ അത് വെള്ളമാണ്. കാണുമ്പോൾ വല്ലതും അറിയില്ല. എല്ലാവർക്കും വിശപ്പിൻ്റെ ഇതായപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകണം. അവിടെ ഹോട്ടൽ അങ്ങനെയൊന്നുമില്ല. കളർ ഷാപ്പും ഹോട്ടലായിട്ടുള്ള മിക്സിങ് ആയിട്ടുള്ളത് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അടുത്തുള്ളൊരു കടയിൽ കയറി ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്തു. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. ഇറങ്ങാൻ സമയമായതുകൊണ്ട് ആരും ഇല്ല. ഫുഡ് ഫുള്ളായി വന്നിട്ടില്ല. അടുത്ത ബ്യൂട്ടിഫുൾ പ്ലേസാണ് കേട്ടോ. കൊല്ലംകോടിലെ ഏറ്റവും എന്താ പറയുക ഭംഗിയുള്ള, കൊല്ലംകോട് എന്താണെന്ന് അറിയാനും ആ ഭംഗി എന്താണെന്ന് അറിയാനുമുള്ള ഈ പ്ലേസാണ് അതിൻ്റെ മെയിൻ ഇത്. എനിക്ക് തോന്നുന്നു ഗൂഗിളിലും മറ്റുള്ള വീഡിയോസിലൊക്കെ ഈ പ്ലേസ് ആയിരിക്കും കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടാവുക. ഇവിടെ ഒരാൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി 5 മിനിറ്റ് ആയിട്ട് വെയിറ്റിംഗ് ആണ്. ആകെ എൻ്റെ ഒരു iPhone 15 ഉള്ളതിനെ കൂടി ഞാൻ തോറ്റു. വെള്ളം എടുക്കുക. ഇവിടെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് അവിടത്തുള്ള ആൾക്കാർ തന്നെ നടത്തുന്ന കടകളായിരുന്നു. അപ്പോൾ അവിടെ അടുത്തുള്ള ചായക്കിടുന്നൊരു ചായ കുടിച്ച് ഞങ്ങൾ അടുത്ത പ്ലേസിലോട്ട് പോകാനുള്ള പ്ലാനിലായിരുന്നു. കുട്ടികൾക്കൊക്കെ ചെറുതായി മുഷിലുണ്ടായിരുന്നു, എന്നാലും ഓക്കെ ആയിരുന്നു. പിന്നെ വീട്ടിലൊക്കെ ഉണ്ടാക്കിയ ഓർഗാനിക് ആയിട്ടുള്ള കേട്ടോ നെല്ലിക്ക, അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു. എനിക്ക് ഒരു ഐഡിയ ഉണ്ട്. പച്ചക്കറിയാണ് അത് അവളുടെ അടുത്ത് കൊടുത്തു. അവള് ഗീതിക്ക് വേണം. അത് അരുവിയാണ് ഇവിടെ സ്വത്തു. സീതാർകുണ്ടിലോട്ട് നടക്കാൻ കുറച്ച് ദൂരമുണ്ട് കേട്ടോ. അവിടെ വണ്ടിയൊന്നും അവരവിടെ പാർക്ക് ചെയ്ത ശേഷം കുറച്ച് അങ്ങോട്ടേക്ക് നടക്കാനുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ പോകുന്ന സമയത്ത് ചെറിയ ചെറിയ, അതായത് ചായയുടെ, ഐസ്ക്രീം അങ്ങനത്തെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ട് പോകാൻ കുറച്ച് റിസ്ക്കാണ്. കുറച്ച് താഴോട്ടുള്ള കുന്നുകളും ഇതൊക്കെ ആയിട്ടാണ്. നോക്കി ഇറങ്ങണം, ഇല്ലെങ്കിൽ നല്ല രീതിയിൽ മുറിവുകളെ പറ്റാം. കുറച്ച് ആൾക്കാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അവിടെ അധികം വെള്ളമില്ല കേട്ടോ. കാരണം ഇതിൻ്റെ ചുറ്റുഭാഗമൊക്കെ കണ്ടോ ഇതുപോലത്തെ ഇറക്കത്തിലോട്ടാണ്. അപ്പോൾ നോക്കി നടക്കണം.
ചേച്ചിക്ക് കൊടുക്ക്. അങ്ങനെ ഇന്നത്തെ ട്രിപ്പൊക്കെ കഴിഞ്ഞു കേട്ടോ. ചെറിയൊരു ഔട്ടിങ്ങാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ കുട്ടികൾക്ക് പോകുന്നതിൽ എൻഗേജ്ഡ് ആവും, കുട്ടികൾക്കൊന്ന് ഹാപ്പി ആവുമല്ലോ. കാരണം ഡെയിലി നമ്മൾ വർക്ക് ഉണ്ടാകുമ്പോൾ സൺഡേ വേറെ എൻഗേജ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാകും. അപ്പോൾ കുട്ടികൾക്ക് പ്രോപ്പറായി ശ്രദ്ധിക്കാനുള്ള ടൈം കിട്ടാറ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴി നമ്മൾ ഈ വീട്ടിലുണ്ടാക്കുന്ന പച്ചക്കറികളൊക്കെ ചെറിയ കുട്ടികളിൽ നിന്ന് വിൽക്കുന്നതൊക്കെ കണ്ടപ്പോൾ കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വീണ്ടും എടുക്ക് 110 ചേച്ചി. ആ എന്തെടുക്കാനടി? അപ്പോൾ ഏകദേശം 4 മണി 4:30 ആയിട്ടോ റിട്ടേൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, ബായ്. ഞങ്ങൾ